പൂന്താനത്തിൻ്റെ ശ്രീകൃഷ്ണ കർണാമൃതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് 89ാമത്തെ ശ്ലോകമാണ് നോക്കാനുള്ളത്. ആ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്, പണ്ട് കൃഷ്ണനും കുചേലനും കൂടി സാന്ദീപനി മഹർഷിയുടെ പത്നിക്ക് കാട്ടിൽ വിറക് കൊണ്ടുവരാൻ പോയിട്ട് ആ കാട്ടിൽ പെട്ടുപോയ ഒരു കഥയുണ്ട്. ആ കഥയാണ് ഈ ഒരു ശ്ലോകത്തിൽ പൂന്താനം പറഞ്ഞിട്ടുള്ളത്. അത് നോക്കാം. വൈകുന്നേരം ഗുരുസ്ത്രീ ജനവചനമുപാകർണ്യ താനും കുചേലൻ വാഴ്കാതെ ഭാഗ്യവാനങ്ങി അവരിരുവരുമായി ഇന്ധനത്തിനു പോയാർ. പെയ്യും പേമാരിയെല്ലാം മുടിയിൽ വിറകുമായേറ്റു കയ്യും പിടിച്ചിട്ടയ്യോ കഷ്ടം. പ്രഭാതത്തോളമടവിയിലേ നിന്നതും കൈതൊഴുന്നേൻ. ശ്രീകൃഷ്ണനും ബലരാമനും മധുരയിൽ പോയിട്ട് കംസവധം നടത്തി. അത് കഴിഞ്ഞ് അച്ഛനമ്മമാരെ മോചിപ്പിച്ചു. ഉഗ്രസേനനെ രാജാവാക്കി അഭിഷേകം ഒക്കെ ചെയ്തു. അത് കഴിഞ്ഞ് ഉഗ്രസേനൻ മഹാരാജാവ് എന്ത് ചെയ്തു? കൃഷ്ണനെയും ബലരാമനെയും ഈ സാന്ദീപനി മഹർഷിയുടെ ഗുരുകുലത്തിലാക്കി വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട്. അവിടുന്ന് കിട്ടി കൃഷ്ണന് ഒരു സതീർത്ഥ്യനെ, അതാണ് കുചേലൻ. കുചേലനെ ഇവിടെ പറയണത് ഭാഗ്യവാൻ എന്നാണ്. ഗുരുസ്ത്രീജനവചനമുപാകർണ്യ താനും കുചേലൻ മാഴ്കാതെ ഭാഗ്യവാൻ എന്നാണ്. ഭാഗ്യവാനായ കുചേലൻ, ഭാഗ്യവാനാണ് കുചേലൻ അല്ലേ? നമുക്കറിയാം എന്ത് ഭാഗ്യമാണ് കുചേലനുണ്ടായത്. ആദ്യകാലത്ത് കുറേ കഷ്ടപ്പെട്ടെങ്കിലും പിന്നീട് മഹാഭാഗ്യവാനായി. എന്താ? കൃഷ്ണൻ്റെ സമ്പത്ത് കൊണ്ടുള്ള ഭാഗ്യമല്ല. ആ സമ്പത്ത്, കുചേലന് കിട്ടിയ സമ്പത്ത് എന്താണ്? ശ്രീകൃഷ്ണനുമായിട്ടുള്ള ആ സതീർത്ഥ്യത ഉണ്ടല്ലോ, ആ സ്നേഹബന്ധം, കൃഷ്ണനോടുണ്ടായിരുന്ന ആ സ്നേഹബന്ധമാണ് കുചേലൻ്റെ സമ്പത്ത്. അതാണ് ഭാഗ്യവാൻ എന്നിവിടെ പൂന്താനം പറഞ്ഞിട്ടുള്ളത്. ഗുരുസ്ത്രീ വചനമുപാകർണ്യ എന്ന് പറഞ്ഞാൽ ഗുരുവായ സാന്ദീപനി മഹർഷിയുടെ പത്നി അവരോടൊരു കാര്യം പറഞ്ഞു. സന്ധ്യ നേരത്ത്, സായം സന്ധ്യയിൽ എന്താ പറഞ്ഞേ? നിങ്ങൾ കാട്ടിൽ പോയിട്ട് കുറച്ച് വിറക് കൊണ്ടുവരൂ എന്നാണ് പറഞ്ഞത്. അന്ന് കൃഷ്ണനും കുചേലനും കൂടി വിറകിന് പോയി. ഗുരുവിനോടൊത്ത് ഇങ്ങനെ താമസിച്ചുകൊണ്ടാണ് പണ്ട് വിദ്യ അഭ്യസിച്ചിരുന്നത് കുട്ടികൾ. ഗുരുവിൻ്റെയും ഗുരുപത്നിയുടെയും ഹിതാഹിതങ്ങളെല്ലാം മാനിച്ചും പിന്നെ അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ഒക്കെ ചെയ്തു അവരെന്ത് പറഞ്ഞാലും നമ്മൾ അനുസരിക്കണം ആ കുട്ടികൾ. അങ്ങനെയായിരുന്നു വിദ്യാർത്ഥികൾ. ഗുരുകുലവാസം അങ്ങനെയാണ് പണ്ട്. കൃഷ്ണനും കുചേലനും നല്ല കൂട്ടുകാരായിരുന്നു, ഇണപിരിയാത്ത കൂട്ടുകാരായിരുന്നു. ഒരു ദിവസം ഇതുപോലെ ഗുരുപത്നി അവരോട് പറഞ്ഞു, നിങ്ങൾ പോയി കുറച്ച് വിറക് കൊണ്ടുവരൂ എന്ന് പറഞ്ഞു. അവർ കാട്ടിൽ പോയി വിറക് ഇങ്ങനെ ശേഖരിക്കുന്നതിൻ്റെ ഇടയിൽ അതിഭയങ്കരമായ മഴയും കാറ്റും ഇടിയും മിന്നലും എല്ലാം കൂടി വന്നു. ആകെ ഇരുട്ട്, കാടല്ലേ, കാട്ടിലേക്ക് കയറിയാൽ തന്നെ ഇരുട്ട് ആണ്. അതിൻ്റെ കൂടെ കാറ്റും മഴയും മഴക്കാറും എല്ലാം കൂടി ആകുമ്പോൾ പിന്നെയും ഇരുട്ടാവും. ഇതാണെങ്കിൽ വൈകുന്നേരം, സായം സന്ധ്യ എന്നാണ് പറയണത്. അപ്പോൾ ആ സമയത്ത് ഇടിയും മഴക്കാറും മഴയും എല്ലാം കൂടി വന്നാൽ പിന്നെയും കണ്ണ് കാണാണ്ടാവും അല്ലേ? ആ സമയത്ത് സൂര്യനും അസ്തമിച്ചു തുടങ്ങിയ ആ സമയത്ത് മഴക്കാറ് മൂടിയത് കാരണം കണ്ണും കാണാൻ പ്രയാസമായി. അങ്ങനെ ഗുരുപത്നിയുടെ നിർദ്ദേശം അനുസരിക്കാതെ വയ്യല്ലോ. എങ്ങനെയൊക്കെയോ കുറച്ച് വിറകുണ്ടാക്കി തിരികെ പോരാൻ നിവൃത്തിയില്ലാതെയായി. കുത്തിയൊലിക്കുന്ന മഴവെള്ളം, കുന്നും കുഴിയും ഒന്നും അറിയാൻ പറ്റാതെ അവർ കുഴങ്ങി. രാത്രിയിൽ ഗുരുകുലത്തിലേക്ക് തിരിച്ചു പോവാൻ പറ്റാതെ ആ കാട്ടിനകത്ത് പേടിച്ച് വിറച്ച് പരസ്പരം കൈകോർത്ത്
തണുത്ത് വിറച്ച് ആ മഴ മുഴുവനും നനഞ്ഞ് കഴിഞ്ഞുകൂടി ആ ഒരു രാത്രിയിൽ. വിറകിന് പോയ കുട്ടികളെ കാണാതെ, തിരിച്ചു വരണ കാണാതെ ആയപ്പോൾ സാന്ദീപനി ഗുരുവിനും ഗുരുപത്നിക്കും വലിയ വിഷമായി. അന്ന് മഹർഷി എന്ത് ചെയ്തു? സൂര്യൻ ഉദിച്ച ഉടനെ ഈ കുട്ടികളെ തിരഞ്ഞ് കാട്ടിലേക്ക് പോയി. രാത്രിയിൽ ഈ മഴയത്ത് ഈ കാട്ടിൻ്റെ ഉള്ളിൽ കിടന്ന് ബുദ്ധിമുട്ടി ഇരിക്കണ ആ കുട്ടികളെ കാട്ടിൽ പോയി തിരഞ്ഞ് നോക്കുമ്പോൾ കണ്ടു. അവരെ കണ്ടപ്പോൾ അദ്ദേഹത്തിനുണ്ടായ ഒരു സ്നേഹവാത്സല്യം എത്രയാണെന്ന് പറയാൻ പറ്റില്ല. അന്ന് അദ്ദേഹം, എൻ്റെ കുട്ടികളെ, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും ദുഃഖം അനുഭവിച്ചല്ലോ എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ഗുരുഭക്തി ഇത് വലിയ ആശ്ചര്യമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ രണ്ടുപേരുടെയും തലയിൽ കൈവച്ച് നല്ല ധാരാളം അനുഗ്രഹങ്ങൾ കൊടുത്തു എന്നാണ് പറയണത്. നിങ്ങൾ അത് അനുഗ്രഹം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എന്നിൽ നിന്ന് പഠിച്ച വിദ്യകളൊന്നും ഒരിക്കലും മറന്നു പോകാതെ ഇരിക്കട്ടെ എന്നാണ് പറഞ്ഞത്. അതുപോലെ നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം സാധിക്കുമാറാവട്ടെ എന്നൊക്കെ ഗുരു അനുഗ്രഹിച്ചു എന്നിട്ട് അവരെ ഗൃഹത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി രാവിലെ തന്നെ എന്നാണ് പറഞ്ഞത്. ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമേ മനുഷ്യൻ കാമന്മാരാവുള്ളൂ എന്നാണ്. മോക്ഷം എന്ന പരമപദമാണ് നമ്മൾക്ക് മനുഷ്യർക്ക് വേണ്ടത്. അത് ലഭിക്കണമെങ്കിൽ ഗുരുവിൻ്റെ അനുഗ്രഹം തന്നെ വേണം എന്നാണ് ശ്രീകൃഷ്ണൻ്റെ വാക്കുകളാണ്. ഗുരോരനുഗ്രഹേണൈവ പുമാൻ പൂർണ്ണപ്രശാന്തയേ എന്നാണ്. അത് ശ്രീമദ് ഭാഗവതത്തിൽ കുചേലവൃത്തത്തിൽ കുചേലൻ ശ്രീകൃഷ്ണനെ കാണാൻ പോയി ശ്രീകൃഷ്ണൻ്റെ ദ്വാരകയിലെത്തി. കൃഷ്ണനും കുചേലനും കൂടി സംസാരിച്ച് അങ്ങനെ ഇരിക്കും. കുചേലന് ഒന്നും മിണ്ടാൻ വയ്യ, സന്തോഷം കൊണ്ട് അങ്ങനെ കൃഷ്ണനെ കണ്ട് എങ്ങനെ ഇരിക്കും. കൃഷ്ണൻ ഈ വാതോരാതെ വർത്തമാനം പറയും കുചേലനോട്. അന്ന് ചോദിക്കും, സുധാമാവേ, നീ ഓർമ്മയില്ലേ നമ്മളന്ന് ഗുരുപത്നിക്ക് വിറക് കൊണ്ടുവരാൻ പോയ കാട്ടിൽ പെട്ടതൊക്കെ ഓർക്കണില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും. അന്ന് നമ്മളെ ഗുരു അനുഗ്രഹിച്ചതും ഒക്കെ ഓർക്കണില്ലേ എന്നിങ്ങനെ ചോദിക്കും. അപ്പോൾ അത് കഴിഞ്ഞ് കൃഷ്ണൻ പറയണ വാക്കാണത്. ഗുരോരനുഗ്രഹേണൈവ പുമാൻ പൂർണ്ണപ്രശാന്തയേ എന്ന്. അതാണ്, ആവണമെങ്കിൽ ഗുരുവിൻ്റെ അനുഗ്രഹം തന്നെ വേണം എന്നാണ്. ഇതുപോലെ ഈ വിറകും ആയി മഴയും കൊണ്ട് അങ്ങനെ നിന്നിട്ടുള്ള ആ ഒരു ഭഗവാനെ ഞങ്ങൾ കൈതൊഴുന്നേൻ എന്നാണ് ഇവിടെ പൂന്താനം പറയണത്. അടുത്ത ശ്ലോകം കൂടി നോക്കാം. 90-ാമത്തെ ശ്ലോകം. മുമ്പേ താൻ ഗുരുദക്ഷിണയ്ക്കു ഗുരുവോടന്വേഷണം ചെയ്ത പോതംബോധൗ സഹസാ മരിച്ച മകനെ കാൺമാൻ കൊതിച്ചിടിനാൻ. ഗാംഭീര്യത്തോടു പാഞ്ചജന്യനിനദം കേട്ടന്തകൻ സംഭ്രമിച്ചമ്പോടേകിന ബാലനെ ഗുരുവിനായി കാണിച്ച നീ പാഹിമാം. അധ്യയനം അത് വച്ചാൽ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് ഗുരുകുലത്തിൽ നിന്ന് തിരിച്ചു പോകുന്നതിന് മുമ്പേ കൃഷ്ണൻ ചോദിച്ചു, അങ്ങേക്ക് ഗുരുദക്ഷിണയായിട്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് സന്ദീപനി മഹർഷിയോട് ചോദിച്ചു. ഗുരുദക്ഷിണ സമർപ്പിക്കേണ്ടത് എന്താണ് വേണ്ടത് എന്ന് ഗുരു പറയുന്നത് ആണ് കൊടുക്കേണ്ടത്. അത് പറഞ്ഞാലും എന്ന് സന്ദീപനിയോട് പറഞ്ഞു. അപ്പോൾ സന്ദീപനി എന്താ പറഞ്ഞത്? പണ്ട് സമുദ്രത്തിൽ മുങ്ങി കുളിക്കുമ്പോൾ എൻ്റെ മകനെ പഞ്ചജനൻ എന്ന് ശംഖിൻ്റെ രൂപത്തിലുള്ള ഒരു അസുരൻ എൻ്റെ മകനെ പിടിച്ച് വെള്ളത്തിലേക്ക് വലിച്ചു കൊണ്ടുപോയി. മരിച്ചു എന്നാണ് നമ്മുടെ വിചാരം. ആ മകനെ എനിക്ക് തിരിച്ചു കൊണ്ടുവന്ന് തരുമോ എന്നാണ് ചോദിച്ചത്. ആ ഉണ്ണിയെ, സഹസാ മരിച്ച മകനെ, ഗുരുപുത്രനെ കാൺമാൻ കൊതിച്ചിടിനാൻ എന്നാണ്. അന്ന് ഗുരുവിൻ്റെ അഭിലാഷം സാധിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി പോയി ഭഗവാൻ ആ സമുദ്രതീരത്ത് പോയി ചെന്നു. സമുദ്രത്തിനോട് പറഞ്ഞു,
ഗുരുവിൻ്റെ ആ മകനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു തരൂ ഞങ്ങൾക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ സമുദ്രം പറഞ്ഞു, ഞാൻ നിരപരാധിയാണ്. ഈ വെള്ളത്തിൽ, ഈ സമുദ്രത്തിൻ്റെ അടിയിൽ ശംഖിൻ്റെ രൂപത്തിൽ പഞ്ചജനൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു അസുരനുണ്ട്. അവനാണ് ഈ പണിയൊക്കെ പറ്റിച്ചത്. ഞാൻ നിരപരാധിയാണേ എന്ന് പറഞ്ഞ് സമുദ്രം കൈമലർത്തി. അപ്പോൾ ഭഗവാൻ സമുദ്രത്തിൻ്റെ അടിയിലേക്ക് അങ്ങോട്ട് പോയി. അവിടെ ചെന്നു പഞ്ചജനനെ വധിച്ചു. ആ പഞ്ചജനൻ്റെ വയറ്റിനകത്തേക്ക് കയറി നോക്കി, ആ കുട്ടി അവിടെ ഉണ്ടോയെന്ന് കണ്ടില്ല. അപ്പോൾ എന്ത് ചെയ്തു, ആ പഞ്ചജനൻ്റെ വയറ്റിനകത്തുണ്ടായിരുന്ന ആ സാധനങ്ങൾ, മാംസം, അത് എല്ലാ സാധനവും, അവൻ്റെ ഉള്ളിലുണ്ടായിരുന്ന എല്ലാ സാധനവും പുറത്തേക്ക് വലിച്ചു കളഞ്ഞിട്ട് ആ ശംഖ് വൃത്തിയാക്കി. ആ ശംഖ് താനെടുത്തു. ആ ശംഖിൻ്റെ പേരാണ് പാഞ്ചജന്യം. അതാണ് ഭഗവാന്റെ കയ്യിൽ എപ്പോഴും നമ്മൾ കാണുന്ന ആ ശംഖ്, പാഞ്ചജന്യം. പഞ്ചജനനിൽ നിന്ന് കിട്ടിയതാണ്. അതാണ് അസുരൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയതാണ് പാഞ്ചജന്യം എന്ന ആ വിശ്രുതമായ ശംഖ്. അവൻ്റെ ഉള്ളിൽ ഈ ഗുരുപുത്രനെ കാണാഞ്ഞിട്ട് പോയി, കാലപുരിയിലേക്ക് പോയി ഭഗവാൻ. അവിടെ ചെന്ന് ഗൗരവമായിട്ട് പറഞ്ഞു, സംയമനി എന്നാണ് കാലപുരിക്ക് ആ പറയണ പേര്, സംയമനി എന്നാണ്. അവിടെ ചെന്നിട്ട് ഗംഭീരമായിട്ട് പാഞ്ചജന്യം അങ്ങോട്ട് മുഴക്കി. അത് കേട്ടപ്പോൾ സംഭ്രമിച്ചു അന്തകൻ സംഭ്രമിച്ച് അമ്പോടേകിന ബാലനെ ഗുരുവിനായി കാണിച്ച നീ പാഹിമാം എന്നാണ്. ആ ശംഖധ്വനി കേട്ടപ്പോൾ തന്നെ കാലന് പേടിയായി. ഭഗവാനല്ലേ. അപ്പോൾ ആ ഗുരുപുത്രനെ മുമ്പിൽ കൊടുത്തു. ആ ഗുരുപുത്രനെ ഭഗവാൻ ഗുരുവിന് സ്നേഹത്തോടെ കാഴ്ചവെച്ചു. അന്ന് ഗുരുവിൻ്റെ മോഹം സാധിപ്പിച്ചു കൊടുത്ത ആ ഭഗവാൻ എന്നെ രക്ഷിക്കണേ, എന്നെ തുണയ്ക്കണേ എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്ന വേറൊരു കഥയാണ് ഇത്. അടുത്ത ശ്ലോകം 91. ഏകാന്തേ സംശയം മേ തവ പദകമലം കൊണ്ടു ഭൂലോകമിപ്പോൾ വൈകുണ്ഠം താനിതെന്നായതു പൊഴുതു മഹാലോകർ വൈകുണ്ഠവാസിൻ. വൈകുണ്ഠം നോക്കി വാഴുന്നവരവനിതലം തന്നെ വന്ദിക്കുമപ്പോൾ കൈകൂപ്പേണ്ടുന്നെനിക്കോ മുരമഥന വിഭോ ഹന്ത സാന്ദീപനിക്കോ. ഒരു സംശയം രഹസ്യമായിട്ട് ഭഗവാനോട് ചോദിക്കുകയാണ് പൂന്താനം. തവ പദകമലം കൊണ്ട്, അവിടുത്തെ പാദപത്മത്തിൻ്റെ സ്പർശം കൊണ്ട് ഭൂലോകം, മനുഷ്യലോകം ഇപ്പോൾ വൈകുണ്ഠം തന്നെ ആയിരിക്കണു. ഇപ്പം ഭൂമി തന്നെയാണ്, ഭഗവാൻ ഭൂമിയിലുള്ളപ്പോൾ ഭൂമി തന്നെയാണ് വൈകുണ്ഠം എന്നാണ് പൂന്താനം പറയുന്നത്. ഭഗവാൻ വസിക്കുന്ന ഇടം ആണ് വൈകുണ്ഠം അല്ലേ. ഭഗവാൻ വസിക്കുന്നിടത്ത് കുണ്ഠത ഇല്ല, അതാണ് വൈകുണ്ഠം. അപ്പോൾ അതുപോലെയുള്ള ഐശ്വര്യം പ്രാപിക്കണ ഇടം. അപ്പോൾ വൈകുണ്ഠവാസി ആണ് ഭഗവാൻ. വൈകുണ്ഠം നോക്കി വാഴുന്ന മഹാലോകർ. ഇപ്പം വൈകുണ്ഠത്തിൽ പോയി തൊഴുക, അല്ലെങ്കിൽ വൈകുണ്ഠത്തെ നോക്കി തൊഴുതിരുന്നവർ ഇപ്പോൾ ആരാ? ദേവന്മാരിപ്പോൾ എന്താ ചെയ്യണേ? അവനിതലം തന്നെ ഇപ്പോൾ വന്ദിക്കുന്ന പറയണ മനുഷ്യലോകം തന്നെ എന്നുവെച്ചാൽ ഈ ഭൂമിയെ തന്നെയാണ് വന്ദിക്കുന്നത്. ഭഗവാൻ ഭൂമിയിലുള്ളത് കൊണ്ട് ഈ ഭൂമിയെ തന്നെയാണ് ഇപ്പോൾ ദേവന്മാർ വന്ദിക്കുന്നത് എന്നാണ്. മുരാസുരനെ മഥിച്ച സർവവ്യാപിൻ ആണ് മുരമഥനൻ. മുരൻ എന്ന അസുരനെ മഥിച്ചത് കൊണ്ടാണ് മുരമഥന എന്നോ ഒരു സംബോധന. എനിക്കോ സാന്ദീപനിക്കോ, അവിടുത്തെ ഭക്തനായ എനിക്കാണോ, വന്ധ്യഗുരുശ്രേഷ്ഠനായ ആ സാന്ദീപനിക്കാണോ കൈകൂപ്പേണ്ടുന്നത് എന്നാണ് ഒരു സംശയം ചോദിക്കുകയാണ്. സ്വകാര്യമായിട്ടാണ് ചോദിക്കുന്നത്. ഭഗവാൻ നരലോകത്തിൽ എന്നുവെച്ചാൽ ഭൂമിയിൽ അവതരിച്ച കാരണം ഭൂമി തന്നെ വൈകുണ്ഠ സമാനമായി. അത് കാരണം മറ്റു ലോകവാസികൾ ഭൂമിയെ വൈകുണ്ഠം ആയിട്ട് കണക്കാക്കുന്നു. വൈകുണ്ഠത്തിലാണെങ്കിൽ എല്ലാവരും ഭഗവാനോട് സമന്മാരാണ്. അതുകൊണ്ട്
ഈ നിസ്സാരനായ ഞാനും അവിടുത്തെ ഗുരുശ്രേഷ്ഠനായ സാന്ദീപനിയും രണ്ടുപേരും ഒരുപോലെ വൈകുണ്ഠവാസികളാണല്ലോ. അപ്പം ഭഗവാന്റെ കൂടെ ഭൂമിയിൽ വസിച്ചിരുന്നവരെല്ലാം വൈകുണ്ഠവാസികളാണ്. എല്ലാവരും ഒരുപോലെയാണെന്നല്ലേ പറയണത്. ഭഗവാനോട് സാമ്യമുള്ളവരാണ് വൈകുണ്ഠത്തിലുള്ളവരെല്ലാം. അപ്പോൾ ഭൂമി വൈകുണ്ഠമാണെങ്കിൽ അപ്പോൾ ഭഗവാനോട് കൂടെ വസിച്ചിരുന്നവരെല്ലാം വൈകുണ്ഠവാസികളാണ്. അപ്പോൾ ഈ സന്ദീപനിക്കാണോ എനിക്കാണോ എനിക്കും തമ്മിൽ ശ്രേഷ്ഠതയ്ക്ക് എന്താ അന്തരം എന്നാണ് ചോദിക്കുന്നത്. ഒരു കുസൃതി ചോദ്യമാണ് ഭഗവാനോട് പൂന്താനം ചോദിക്കുന്നത്. അടുത്ത ശ്ലോകങ്ങൾ അടുത്ത തവണ നോക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.